IFPHന്റെ 1402 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തിയിരിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ഡോക്ടർ N. ഗോപികൃഷ്ണൻ സാറാണ്. സാറ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത DMO ആണ്. പാലക്കാട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോമിയോപ്പതി ഹോസ്പിറ്റലില് CMO ആയിട്ട് നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. ഹോണററി കൺസൾട്ടന്റ് ഇന്നവിഷൻ തൃശൂർ, IHMAയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും സാർ പ്രവർത്തിക്കുന്നു. 40 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് സാറിനുള്ളത്. ബാച്ച് ഫ്ലോർ റെമഡി മരുന്നുകളും അതുപോലെ മാഗ്നറ്റോ തെറാപ്പിയിലും പ്രശസ്തനാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ ബാച്ച് ഫ്ലോർ റെമഡിയെ കുറിച്ചുള്ള ക്ലാസ് സാർ എടുത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമുക്ക് ഗോപികൃഷ്ണൻ ഡോക്ടറോടൊപ്പം ചോദ്യോത്തര വേദി എന്നാണ് വിഷയം. സാറിൽ നിന്ന് ഇന്നൊരു മരുന്നും കൂടെ പഠിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ N. ഗോപികൃഷ്ണൻ സാറിനെ സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന് തുടങ്ങാം. അല്ല, ഇന്ന് നമ്മളെ ഒരു ചോദ്യോത്തര വേളയാണ്. സാറ് അടുത്ത ഒരു ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവിടെ IUPHൽ ഒത്തിരി സംശയങ്ങൾ പല ആൾക്കാരും നമ്മുടെ ബാച്ച് ഫ്ലവർ റെമഡിയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഏത് ചോദ്യവും ചോദിക്കുകയാണെങ്കിൽ സാറ് അതിന്റെ ആൻസർ തരും. നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയാണ് ഇന്ന്. പ്രത്യേകിച്ച് ഇന്നൊരു ഏതെങ്കിലും ഒരു മെഡിസിനെ കുറിച്ച് സാർ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. അത് അടുത്ത ആഴ്ച സാറ് ഉണ്ടാവും. കാരണം സാറ് ഒരു വലിയ യാത്രയിലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇന്ന് പങ്കെടുക്കുന്നതാണ്. തന്നെ ചോദിക്കാനുള്ളത് എല്ലാവരും തയ്യാറാണ്. സാർ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നാല്. സാറ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? സാറേ മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സാർ. യെസ്. വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പഞ്ചപിതാവ് ശ്രീ അന്തരിച്ച അപ്പുക്കുട്ടമേനോനെ എൻ്റെ ഈ ജന്മത്തിലെ ഗുരുനാഥയായ അമൃതാനന്ദമയി ദേവിയും ഡോക്ടർ സാമൽ ഹനുമാനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യോത്തര വേള ആരംഭിക്കും. നമ്മൾ ബാഷ്ലർ റെമഡീസ് നമ്മളെ കുറേ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു. അത് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. എന്നാലും നമ്മളത് ഡെയിലി നമ്മളിപ്പോൾ കത്തി ഷാർപ്പൻ ചെയ്താൽ മാത്രമേ അതിന് മൂർച്ച കൂടുതൽ പറഞ്ഞ മാതിരി ഫ്ലവർ റെമഡീസ് എപ്പോഴും നമ്മളെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. തമ്മിൽ യൂസ്ഫുൾനെസ് ഉണ്ട്. റെസ്ക്യൂ റെമഡിയുടെ കാര്യം പ്രത്യേകിച്ച് നമുക്ക് എത്ര തവണ പറഞ്ഞാലും നമുക്ക് ഇതാവാൻ പറ്റില്ല. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തത് ക്രാബ് ആപ്പിൾ ആയിരുന്നു. ക്രാബ് ആപ്പിളിന്റെ ഒരു ഇൻഡിക്കേഷൻ ഞാൻ പറഞ്ഞു, അവർക്ക് ഒരു ഡോൺ കെയർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഒരു സെക്ഷലി റേപ്പ് വിക്ടിമൊക്കെ ആയ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നതെങ്കിൽ അവർ അതിനെക്കുറിച്ച് കൺസേൺ അല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഒരു പിങ്കി പിമ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വയറു വേദനയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺഇമ്പോർട്ടൻ്റ് ആയ ഒരു സിംറ്റംസിന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ഇത്രയും സീരിയസ് ആയിട്ട് ജീവിതത്തിൽ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടും അതിനെ ഡോൺ കെയർ ആയിട്ട് വിട്ട് ഈ സിമ്പിളായിട്ട് വരുന്ന ക്യാരക്ടറും കൂടി ക്രാബ് ആപ്പിളിന് ഉണ്ടെന്ന് ഞാൻ പറയാം. ക്രാബ് ആപ്പിൾ നമ്മൾ വളരെയധികം എല്ലാ രോഗികളും നമ്മുടെ അലോപ്പതി ചികിത്സ കഴിഞ്ഞ് വരുന്ന എല്ലാ രോഗികൾക്കും നമ്മളൊരു കോഴ്സ് ക്രാബ് ആപ്പിൾ കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് ലെസ് മെഡിസിൻസ് മാത്രമേ നമുക്ക് പിന്നീട് പ്രിസ്ക്രിപ്ഷൻ ചെയ്യേണ്ടി വരും. യൂണിവേഴ്സൽ ക്ലീൻസർ ആണ്. മെന്റലി, ഫിസിക്കലി, ഇൻഡസ്റ്റൈനലി ക്ലീൻസ് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ പാലിൽ അല്ല ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ചെയ്യാം. കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഡെയിലി ഡ്രോപ്പ് ചെയ്ത് ഒരു മിനിമം 3 to 4 ഡ്രോപ്സ് കൊടുക്കാം. നമ്മൾ ഫ്ലോർ ക്ലീനിങ്ങിനടക്കം നമുക്ക് അതിൽ കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം 1 ലിറ്റർ കണക്കിൽ നമുക്ക് ക്രാബ് ആപ്പിൾ നമുക്ക്
വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. ഓരോ റെമഡിയെ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് വളരെ വളരെ അത് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് അറിയും തോറും നമുക്ക് ഇത് യൂസ് ചെയ്യാമല്ലോ ഇത് യൂസ് ചെയ്യാമല്ലോ എന്ന് തോന്നും. റെസ്ക്യൂ റെമഡിയുടെ എത്ര പറഞ്ഞാലും ശരി, എമർജൻറ്റ് മെഡിസിൻ ആണ്. അത് നമുക്ക് ക്യാരി ആൾവേസ് ബോട്ടിൽ ഓഫ് റെസ്ക്യൂ റെമഡി. ഡെലിവറി ടൈമിൽ കൊടുക്കാം, എക്സാമിനേഷൻ ടൈമിൽ കൊടുക്കാം, ചെസ്റ്റ് പെയിൻ സമയത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിന് നമ്മുടെ വാതിലിനിടയിൽ പെട്ട് ചതഞ്ഞു കഴിഞ്ഞാൽ റെസ്ക്യൂ റെമഡി ഒരു ഫ്യൂ ഡ്രോപ്സ് വെള്ളത്തിൽ ഒഴിച്ച് നമ്മുടെ കൈ ഡിപ്പ് ചെയ്ത് നോക്കും. അതിന്റെ വണ്ടർഫുൾ ആക്ഷൻ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിനെ അനുഭവിക്കാൻ സാധിക്കും. ഇറ്റ്സ് എ വണ്ടർഫുൾ ഡ്രഗ്, റെസ്ക്യൂ റെമഡി. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് നൗ. ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ചോദ്യം വന്നിട്ടുണ്ട് സാറേ, ഹൈപ്പർ ടെൻഷൻ ഏതാണ് റെസ്ക്യൂ റെമഡി നല്ല മരുന്ന്? അതെ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി സിംറ്റംസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഈക്വലന്റ് സിംറ്റംസ് വരുന്നത് നമ്മുടെ ആങ്കർ കൂടുതലായിരിക്കും അവർക്ക്. ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും, അങ്ങനെ ഹൈപ്പർ ടെൻഷൻ ജോബ് വൈസ് ഉണ്ടാവും. സോ വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രഗ് ഇസ് ഇംപേഷ്യൻ ആൻഡ് വെർവൈൻ. VERVAIN IMP ഇംപേഷ്യന്റ്. വെർവൈൻ കൊടുത്ത് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ മൈൻഡിനെ കാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ റെസ്ക്യൂ റെമഡി നമുക്ക് പരിചയമുള്ള എല്ലാ രോഗികൾക്കും ഹോസ്പിറ്റലൈസേഷനിൽ ഇരിക്കുന്ന എല്ലാ രോഗികൾക്കും നിങ്ങൾക്ക് ഒരു കോഴ്സ് റെസ്ക്യൂ റെമഡി കൊടുത്തു അവർ ഫാസ്റ്റ് റീകവറി ആയിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നു. മൈൻഡ് കാമനസ് വരുന്ന സമയത്ത് ഫിസിക്കൽ ഹീലിംഗ് ഫാസ്റ്റർ ആണ്. അവരെന്ത് ചികിത്സ എടുത്തോട്ടെ, അവരുടെ മൈൻഡ് കാം ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ എലിമെന്റ്സ് കുറയ്ക്കാൻ സാധിക്കും. അവർക്ക് ഫാസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങാൻ സാധിക്കും. മൈൻഡ് പോസിറ്റിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ്. 1990 എനിക്ക് ആകെ മേജർ ഹിപ്പ് ഫ്രാക്ചർ, റൈറ്റ് ഹിപ്പ് ഫ്രാക്ചർ ഉണ്ടായി. ഒരു എൽബോ ഇട്ട് അതിലൊരു 4 സ്ക്രൂ അടിച്ച് 18 സ്റ്റിച്ച് ഇട്ടിട്ടാണ് 6 മാസം ബെഡ് റിഡനാണെന്ന് പറഞ്ഞിരുന്നു. കാലിന് നീളം കുറയും 1 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞു. എങ്കിലും 18ാമത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് 2 ക്രച്ചസിൽ ഡിസ്ചാർജ് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മെയിനായിട്ട് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടാൻ, നെഗറ്റിവിറ്റിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് എന്നെ എത്തിച്ചത്, ജീവിക്കണമെന്നും ഇനി പുതിയൊരു ജീവിതമാണ് ഉള്ളതെന്നും തോട്ട്സിലേക്ക് കൊണ്ടുവന്നത് റെസ്ക്യൂ റെമഡിയാണ്. ശരിക്കും 3 or 4 നേരം റെസ്ക്യൂ റെമഡി റെഗുലറായിട്ട് ഞാൻ ആ പീരീഡിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ നമ്മുടെ ആർണിക്ക, റൂട്ട, സിംഫൈറ്റമിൻ ഡ്രഗ്സും കഴിച്ചത് വളരെ ഫാസ്റ്ററായിട്ട് 18th day എക്സ്റേ എടുത്ത സമയത്ത് പെർഫെക്റ്റ് ഹീലിംഗ് ആയിരുന്നു അന്ന് നടന്നത്. ഒരു 1/4 ഇഞ്ച്, 1 മില്ലിമീറ്റർ പോലും എൻ്റെ കാലിന് നീളം കുറഞ്ഞില്ല. ഇപ്പൊ സുഖമായിട്ട് എനിക്ക് നടക്കാൻ സാധിക്കും. 18ാമത്തെ ദിവസം 2 ക്രച്ചസിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വാങ്ങി. 1 മാസം കഴിഞ്ഞ് ഞാൻ 1 ക്രച്ചസ് ആക്കി. പിന്നെ 1 മാസത്തിൽ അത് വാക്കിംഗ് സ്റ്റിക്ക് ആക്കി. 4th month ഞാൻ തേർഡ് മന്തിൽ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി. ഇത്രയും ഫാസ്റ്ററാണ് നമ്മുടെ ഹോമിയോ മെഡിസിൻസ്, ഫ്ലവർ റെമഡീസ്. മൈൻഡിന് സ്ട്രെങ്ത് കൊടുക്കാൻ സാധിച്ച അവിടെ ഫാസ്റ്റർ റിക്കവറി ഉണ്ടാവുന്ന ഉത്തമ ഉദാഹരണമാണ്. ശരി, നമ്മുടെ മൈൻഡിന് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനെ താങ്ങാൻ വഹിക്കാത്തപ്പോഴാണ് അത് ഫിസിക്കലായിട്ട് തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് സൂപ്പർഡായിട്ട് വരും. അപ്പൊ ആൾവേസ് നമ്മുടെ മൈൻഡ് കാംനെസ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏത് വിധേയനായാലും ശരി, നമുക്ക് ഏത് ചെയ്ത് മരുന്നിലൂടെയാണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ വല്ല കൗൺസിലിംഗ് കൂടെ അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റിക്കുന്ന ഫാസ്റ്റർ റിക്കവറിയാണ്, അതിന് സംശയമില്ല. റീസെന്റ് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മദറിനുള്ള ഹാഡ് ഗ്രോയിൻ ഫ്രാക്ചർ. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗ്രോയിൻ റീജിയനിലാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ഇതാണ്. അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഹോമിയോ മെഡിസിൻസ് റൂട്ട ടീച്ചറെ, സിംഫൈറ്റൻ ടീച്ചറെ, കൽക്കേരിയ ക്ലാസ് 3 months നമ്മൾ കൊടുത്തു. 3-ാം മാസം ആകുമ്പോഴേക്കും അവർ സുഖമായ റീകവറിയായി. ഇപ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് ഒരു സപ്പോർട്ട് മാത്രം സുഖമായി നടക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളും. അപ്പോൾ ഫാസ്റ്റർ ഈസ് അവർ മെഡിസിൻസ് ഉള്ളതിന് ഷീ ഈസ് 83 years old. വിത്തൗട്ട് അലോപ്പതിക് സപ്പോർട്ട് അവർ മെഡിസിൻസ് ക്യൂവേർഡ് ഹെയർ എന്ന് പറയാം. അടുത്തൊരു ചോദ്യം ബെഡ് വെറ്റിങ്ങിനെ കുറിച്ചാണ്. ബെഡ് വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുതരം കോംപ്ലക്സ് അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ക്രാബ് ആപ്പിളും മിമുലസും കൊടുത്ത് നോക്കാം. ഒരു ശരിക്കും പറഞ്ഞാൽ ലവ് കെയർ കിട്ടാത്ത ഒരു കുട്ടികളാവാൻ സാധ്യത അവർക്ക്. അപ്പൊ മിമുലസും ക്രാബ് ആപ്പിൾ ഒരു ക്ലീനിങ് റെമഡിയാണ്. അത് തീർച്ചയായിട്ടും എഫക്ട് കിട്ടും നിങ്ങൾക്ക്. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണോ രണ്ടായിട്ട് കൊടുക്കുന്നതാണോ? ഞാൻ എപ്പോഴും കൊടുക്കുന്നത് മിനിമം 3 മെഡിസിൻസ് എൻ്റെ ഓരോ പ്രിസ്ക്രിപ്ഷനിലും ഞാൻ വെക്കാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക്
നല്ലോണം ഓട്ടിസം കേസുകൾ ഞാൻ ട്രീറ്റ്മെന്റിൽ ഹൈപ്പർ ആക്റ്റീവ് ADHD ഉള്ള കുട്ടികൾക്കൊക്കെ 2 ബോട്ടിൽ മരുന്ന് വീതമൊക്കെ ചിലപ്പോൾ 3 റെമഡീസ് അല്ലെങ്കിൽ 6 റെമഡീസ് ഒക്കെ ഒരു 3 ആയിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാറ്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോണ്ട് ചേഞ്ച് ദ മെഡിസിൻ അൺലെസ് ന്യൂ സിംറ്റംസ് ആർ ഡെവലപ്പ്. നമ്മളിപ്പോൾ കേസ് ടേക്കിംഗ് എടുത്തതിൽ 3 ഡ്രഗ് വന്നു, 4 ഡ്രഗ് വന്നു, അല്ലെങ്കിൽ 2 ഡ്രഗ് കിട്ടിയുള്ളൂ, അതിനെ ആക്ട് ചെയ്യാൻ പറ്റി നമ്മൾ സമയം കൊടുക്കുക. അത് 1 month ആയാലും 2 month 3 month ആയാലും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വരുന്നത്. അപ്പം ഡോണ്ട് ചേഞ്ച് അൺലെസ് ദർ ഈസ് എ എമർജൻസി ന്യൂ സിംറ്റംസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ മെഡിസിൻ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. എത്ര തുള്ളി മരുന്ന് കൊടുക്കണം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് 2 to 3 ഡ്രോപ്സ് ആണ് ഡോക്ടർ ബാഷിന്റെ ലൈഫ് ഹിസ്റ്ററി പറയുന്നത്. ഡ്രോപ്പ് ഡോസ് ആയി കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പിൽസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനൊക്കെ കൊടുക്കുന്നത് 3 pills അല്ലെങ്കിൽ 4 pills ഒരു ഡോസ് ആയിട്ട്. നമ്മൾ ഈ വെള്ളത്തിൽ കൊടുക്കുവാണെങ്കിലും ഇത് ഒരുമിച്ച് തന്നെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാമോ? കൊടുക്കാം. യാതൊരു പ്രോബ്ലം. കൊടുക്കാം. കാരണം റെസ്ക്യൂ റെമഡി തന്നെ 5 മെഡിസിൻ പ്രിപ്പറേഷൻ, അപ്പൊ പിന്നെ അറിയാലോ, പ്രോബ്ലം ഇല്ല എന്നുള്ള കാര്യം. അടുത്ത ചോദ്യം അലർജിയെ കുറിച്ചാണ്. എന്ത് അലർജിയാന്ന് പറഞ്ഞില്ല. അലർജി ആണെങ്കിൽ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം കറക്ഷനുള്ള ഡ്രഗാണ് നമ്മൾ പറഞ്ഞിരുന്നത് ക്രാബ് ആപ്പിൾ. ക്രാബ് ആപ്പിൾ ഒരു 3 നേരം വീതം കഴിക്കും. സിസ്റ്റം ക്ലീൻ ചെയ്ത് കിട്ടും എന്ത് അലർജി ആണെങ്കിൽ. ഇതെല്ലാം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാവുന്ന ഒരു പീരീഡാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം. സാറ് ക്രാബ് ആപ്പിൾ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് കുളിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു ബക്കറ്റ് എടുത്താൽ എത്ര തുള്ളി ഒഴിക്കണം? ഒരു ബക്കറ്റിന് മാക്സിമം ബിലോ 5 ഡ്രോപ്സ്. ഒരു ബക്കറ്റിന് അത് മതി അല്ലേ? ഒരു ബക്കറ്റിന് അത് മതി. അടുത്ത ചോദ്യം ഇച്ചിങ് ഓഫ് ബോഡി. ഇച്ചിങ് ഓഫ് ബോഡിയിൽ വരുന്നത് നമുക്കൊരു ഇച്ചിങ് ഓഫ് ബോഡി വരുന്ന സമയത്ത് ഇറിറ്റേഷനുള്ള വരുന്നതുകൊണ്ട് ട്രൈ ഇംപേഷ്യന്റ്. ഇംപേഷ്യന്റെ കൂടെ നമുക്ക് ക്രാബ് ആപ്പിൾ കൂടെ കൊടുക്കാം. സ്കിൻ കംപ്ലൈൻസിനൊക്കെ നമ്മൾ യൂണിവേഴ്സൽ പ്രിസ്ക്രിപ്ഷൻ ആണ് ക്രാബ് ആപ്പിൾ. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ചോദിച്ചിട്ടുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സീക്കേഴ്സ് ബാഷ് റെമഡിയിൽ നിന്ന് എവിടെയും പഠിപ്പിക്കുന്നില്ല. ആ സമയത്ത് അവർക്ക് അനുഭവിക്കുന്ന സിംറ്റംസ് ഈക്വൽസ് ബാഷ് റെമഡീസ് ആണ്. ആ സമയത്ത് അവർക്ക് പെയിൻ ആണ് ജാസ്തി എങ്കിൽ ചെറിയ പ്രിസ്ക്രൈബ് ചെയ്യാം. അവർക്ക് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് വെറിയാണെങ്കിൽ അഗ്രമേഡിയം, മ്യൂമലസ് ഇങ്ങനെയുള്ള ഡ്രഗ്സ് ആണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കേസിലായാലും കൊടുക്കുന്നത്. കാരണം ഇന്റൻസ് പെയിൻ ആണെങ്കിൽ നമുക്ക് ചെറിയ ട്രൈ ചെയ്താൽ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ആ സിംറ്റംസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എന്തൊക്കെയാണ് സിംറ്റംസ് ആണ്? മൈൻഡ് കാംനെസ് ഇല്ലെങ്കിലോ, വെറീഡ് ആണോ, ഇതെല്ലാം ആ പ്രോബ്ലത്തിന് ഈക്വൽസ് ഹോമിയോപ്പത്തിക് ബാഷ് റെമഡീസിന് പ്രിപ്പറൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഈക്വൽസ് ബാഷ് റെമഡീസ് നമുക്ക് പറയുന്നില്ല. പക്ഷെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കേസുകളിൽ ഹൗ ടു പ്രിസ്ക്രൈബ് എന്ന് കേസ് ഹിസ്റ്ററീസ് വെച്ച് നമ്മൾ ബുക്കിലൊക്കെ പറയുന്നുണ്ട്. അവരുടെ മെന്റൽ ഫാക്ടർ എന്തായിരുന്നു? ആ സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു, ആൻസൈറ്റി ആയിരുന്നു, ഫിയർ ആയിരുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര പേടിയായിരുന്നു. ഇതെല്ലാം വെച്ചിട്ടാണ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യേണ്ടത്. ചെറിയ പ്ലം എല്ലാ പെയിനും നല്ലതാണ് സാർ. ചെറിയ ഡെഫിനറ്റ്ലി ഏത് പെയിനാണെങ്കിലും. അതെ ചെറിയ പ്ലം എല്ലാ പെയിനും നല്ലതാണ്. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് റിംഗ്വോം വിത്ത് സിവിയർ ഇച്ചിങ് ആണ്. റിംഗ്വോം എന്താണ്? റിംഗ്വോം ക്രാബ് ആപ്പിൾ എക്സ്റ്റേണൽ, ഇന്റേണൽ പ്ലസ് ഇംപേഷ്യൻ. ക്രാബ് ആപ്പിൾ എക്സ്റ്റേണൽ മതിയോ? എക്സ്റ്റേണൽ പ്ലസ് ഇന്റേണൽ. ഇന്റേണൽ എപ്പോഴും വേണം. എപ്പോഴും നമ്മൾ മെഡിസിൻസ് എപ്പോഴും ഇന്റേണൽ വേണം. ഇംപേഷ്യന്റ് കഴിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റും. ചോദ്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. വന്നതിൽ അടുത്തത് വന്നത് കോൺസ് ആണ്. കോൺസ് നിങ്ങൾക്ക് ക്രാബ് ആപ്പിൾ എക്സ്റ്റേണൽ, ഇന്റേണൽ സ്കിൻ കംപ്ലൈന്റ് ആയതുകൊണ്ട് എക്സ്റ്റേണലും ഇന്റേണലും
ക്രാബ് ആപ്പിൾ കൊടുത്തു. കോൺസിന് ക്രാബ് ആപ്പിൾ ഡയറക്റ്റ് വെക്കാൻ പറ്റുമോ? കൊടുക്കുക അപ്ലൈ ചെയ്യും. ക്രാബ് ആപ്പിൾ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. ഇനി Yes. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് കാർസിനോമ. കാഴ്ചനോമയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തുള്ള അവരുടെ മെന്റൽ ഫാക്ടർ എന്തൊക്കെയായിരിക്കും? ഭയങ്കര ഒരു ഫിയർ കോംപ്ലക്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് പാനിക് ആണ്. മിംലസ്, റോക്കുറസ്, ചെറി പ്ലം, ഇംപേഷ്യന്റ്, ക്രാബ് ആപ്പിൾ, റെസ്ക്യൂ റെമഡി, ഇതൊക്കെയാണ് ആ സമയത്ത് നമുക്ക് ഇനി വേറെ ബോഡി ആയിക്കോട്ടെ ഈ സമയത്ത് വരുന്ന അവരുടെ സിംറ്റമാറ്റിക് ആയിട്ട് ഈക്വലന്റ് മെഡിസിൻസ് വരുന്ന ഇതൊക്കെ വരും. ഒന്നുകൂടെ പറയണേ. മിമുലസ്, മിമുലസ്, റോക്രോസ്, ഇംപേഷ്യന്റ്, ചെറി പ്ലം, പിന്നെ റെസ്ക്യൂ റെമഡി. റെസ്ക്യൂ റെമഡി എന്ന് വെച്ചാൽ ബോത്ത് ദ പേഷ്യന്റ് ആസ് വെൽ ആസ് ദി ബൈസ്റ്റാൻഡർ ഷുഡ് ടേക്ക്. ബൈസ്റ്റാൻഡേഴ്സ് ഈ ക്രോണിക് ഇൽനെസ് ഉള്ള വീടുകളിൽ ബൈസ്റ്റാൻഡേഴ്സ് അല്ല റെസ്ക്യൂ റെമഡി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പേഷ്യന്റിന് നമ്മൾ ഈ മെഡിസിൻ എല്ലാം കൂടെ കൊടുക്കണം. കൊടുക്കുക. അപ്പൊ ഇതിപ്പോ ഒരു ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആ പേഷ്യന്റിന്റെ മനോനില എന്തായിരുന്നു എന്നുള്ളത് ഈക്വൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫിക്സഡ് മരുന്ന് നമ്മൾ ബാഷണൽ മെഡിസിൻ പറയുന്നില്ല. ഇപ്പോൾ ക്യാൻസർ ഇന്ന മരുന്നാണെന്ന് പറയുന്നില്ല. പക്ഷെ ഫിയർ ഓഫ് ക്യാൻസർ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ക്ലിമാറ്റിസ് കറക്റ്റായി പറയുന്നുണ്ട്. ക്യാൻസറിനെ കുറിച്ച് ഭയമാണെങ്കിൽ ക്ലിമാറ്റിസ് ട്രൈ ചെയ്യുക. ഇപ്പൊ ഏത് അസുഖം വന്നാലും അത് ക്യാൻസർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. മുട്ടുവേദന വന്നാൽ ക്യാൻസർ ആണോ, സ്റ്റമക്ക് വേദന വന്നാൽ ക്യാൻസർ ആണോ, എൻ്റെ ഫാമിലിയിൽ എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള പേഷ്യന്റിന് ട്രൈ ക്ലിമാറ്റിസ്, ഫിയർ ഓഫ് ക്യാൻസർ. എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു പേഷ്യന്റ് വന്നു. ഞാൻ പക്ഷെ മിമുലസ് കൊടുത്തത്. മിമുലസും കൊടുക്കാം. ഫിയർ ഓഫ് ക്യാൻസറിൽ നമ്മുടെ ഡോക്ടർ ബാഷ് റെപ്പർട്ടറി പറയുന്നത് മിമുലസ് ആൻഡ് ക്ലിമാറ്റിസ് ആണ് പറയുന്നത്. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് പെർക്യൂറൽ മാനിയ. മാനിയ എന്ന് പറഞ്ഞാൽ ഒരുതരം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആയതുകൊണ്ട് നമ്മൾ ആ സമയത്ത് കാണിക്കുന്ന സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെറി പ്ലം ഒക്കെ ട്രൈ ചെയ്യാം. ചെറി പ്ലം, ഇംപേഷ്യന്റ്, വെർവിയൻ ഒക്കെ ട്രൈ ചെയ്യാം. എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസീസ് ഈക്വൽസ് ബാഷണൽ മെഡിസിൻ ചോദിക്കാതിരിക്കുക. സിംറ്റമാറ്റിക് ആ പേഷ്യന്റ് സിംറ്റംസ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവേഷൻ അതിനെയാണ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ ഡ്രഗ് എടുക്കുമ്പോഴും അതിന്റെ പ്രിസ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അവരുടെ ആ മനോനില, എന്തോ ഡിസീസ് ആയിക്കോട്ടെ, ആ മനോനില അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഡെയിലി പ്രാക്ടീസിൽ വരുമ്പോൾ മിമുലസ്, ചിക്കറി, ഇംപേഷ്യന്റ്, വെർവിയൻ, ഇതൊക്കെ അഗ്രിമണി, ഇതെല്ലാം നമ്മുടെ കോമൺ പേഷ്യൻസിൽ കാണുന്ന സിംറ്റംസ് ആണ്. നെർവ് വീക്ക്നെസ്സിനെ കുറിച്ചാണ് ഇരിക്കുന്നത്. നെർവ് വീക്ക്നെസ് ഒരു ജനറൽ പദമാണെങ്കിൽ എന്താണ് അതുകൊണ്ട് അവർക്ക് പ്രോബ്ലം, അതിനെക്കുറിച്ച് വെറീഡ് ആണെങ്കിൽ അവർക്ക് നമ്മൾ അഗ്രിമെന്റ് കൊടുക്കുക. അവരതിനെക്കുറിച്ച് ഭയങ്കര ഇറിറ്റേഷൻ, ആങ്കർ ആണ് അതുകൊണ്ട് നെർവ് വീക്ക്നെസ് കൊണ്ട് വരുന്നെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന കേസ് ടെൻഷൻ കൊടുക്കുക. അങ്ങനെയൊക്കെ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. അല്ലാണ്ട് നെർവ് വീക്ക്നെസ് അല്ലെങ്കിൽ ഭയങ്കര അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്ന പേഷ്യന്റ് ആണ്, ആബ്സെന്റ് മൈൻഡ്നെസ് ആണ് അവർക്ക് വരണമെങ്കിൽ ക്ലിമാറ്റിസ് പ്രിസ്ക്രൈബ് ചെയ്യുക. ആബ്സെന്റ് മൈൻഡിന് ക്ലിമാറ്റിസ്. ആബ്സെന്റ് മൈൻഡ്നെസ് മാത്രമല്ല, ക്ലിമാറ്റിസ് എപ്പോഴും ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാവുന്ന ഡ്രഗാണ് ക്ലിമാറ്റിസ്. ആബ്സെന്റ് മൈൻഡ്നെസ് ഉള്ള കുട്ടികളാണ് ക്ലിമാറ്റിസ് ചിൽഡ്രൻ. ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ നമ്മൾ അറ്റൻഷൻസ് നല്ല അറ്റൻറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ചോദ്യം ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആൻസർ പറയുന്ന കുട്ടികളാണ് ക്ലാസ്സിൽ ക്ലിമാറ്റിസ്. ഉറക്കം തോന്നുന്ന കുട്ടികൾ, ക്ലാസ് ഉറക്കം തോന്നുന്ന കുട്ടികൾ, എപ്പോഴും ഉറക്കം ജാസ്തിയുള്ള കുട്ടികൾ, പുസ്തകം കയ്യിലെടുത്ത ഉറക്കം വരുന്ന കുട്ടികൾക്ക് ക്ലിമാറ്റിസ് ട്രൈ ചെയ്യുക. ദിവാസ്വപ്നം കണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന കുട്ടികള്, വലിയ ആൾക്കാർ, ഇവരൊക്കെയെല്ലാം ക്ലിമാറ്റിസ് നമുക്ക് വരുന്നത്. എനിക്കൊരു കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നതുപോലെ ക്ലാസ്സിൽ ചെന്നിരുന്ന ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കൊച്ചു തന്നെ പറഞ്ഞു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, പല ചിന്തകളിലേക്ക് പോവാന്ന്. ഞാനിത് കൊടുത്തിട്ടുണ്ട് ക്ലിമാറ്റിസ്.
ക്ലിമാറ്റിസ്റ്റൈജിയം. കഴിഞ്ഞ പ്രാവശ്യം സാർ അത് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ക്ലിമാറ്റിസ്റ്റൈജിയം കോൺഫിഡൻസ് ഇല്ലായ്മയാണെങ്കിൽ ആർക്ക് അത് കൊടുക്കാം, ഹീറ്റർ, ഹോൺബീൻ കൊടുക്കാം, അതൊക്കെ കൊടുക്കാം. കോൺഫിഡൻസ് ഇല്ലാത്തതിന് ലാർജും എല്ലാവർക്കും ഹോൺബീൻ കൊടുക്കാം. ഇത് കോൺസെൻട്രേഷൻ ഇല്ലെന്നാ പറഞ്ഞത്. കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ഇത് കൊടുക്കാം, ക്ലിമാറ്റിസ്റ്റൈജിയം ഫസ്റ്റ്. ക്ലിമാറ്റിസാ കൊടുത്തേക്കുന്നു. ക്ലിമാറ്റിസ്റ്റൈജിയം. പിന്നെ ഫോളിംഗ് ഓഫ് എയർ ആണ് ചോദിച്ചിരിക്കുന്ന അടുത്ത ചോദ്യം. ഫോളിംഗ് ഓഫ് എയർ ട്രൈ ക്രാബ് ആപ്പിൾ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി. ക്രാബ് ആപ്പിളില് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പൊ എക്സ്റ്റേണൽ നമ്മൾ ഇമേജ് ചാലിച്ചാണോ? അതെ, നമ്മൾ ഓയിലിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആർണിക്ക ടിഞ്ചർ, ജബ്രാന്റെ ടിഞ്ചറൊക്കെ മിക്സ് ചെയ്യണം, ക്രാബ് ആപ്പിൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല വെള്ളത്തിൽ ഒഴിച്ചു, ഈ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ, ഉണ്ട്. തലയിൽ ഒഴിക്കുന്നത് മതിയാവുമോ അതോ എണ്ണയും കൂടെ? അല്ല, അത് ഇതിപ്പോ തലയിൽ പെർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തലയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ നമ്മൾ എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ഞങ്ങളെ എല്ലാ ഡിസീസിനെയും നമ്മൾ ഇതാക്കുമ്പോൾ വി ആൾസോ എക്സ്പെരിമെന്റിങ്, അത്ര തന്നെ. നമുക്ക് ബാക്കിയുള്ള ഡ്രഗ്സ് യൂസ്ഫുൾ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. എപ്പോഴും അവരുടെ എന്തോ ശരിക്കും പറഞ്ഞാൽ ഈ ഹെയർ ഫോൾ ഒക്കെ വരുന്നത് മെന്റൽ വെറീസ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞത് കൂടുതലായിട്ടും വരുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പൊ അതെല്ലാം ഒബ്സർവ് ചെയ്യണമെന്നാണ്. അതിന്റെ കൂടെ നമ്മളെ മെഡിസിൻസ് കൂടെ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഹെയർ ഫോളിനെ കുറിച്ച് ഭയങ്കര അവർ കൺസേൺഡ് ആണ്, ഭയങ്കര ആങ്സൈറ്റി ആൻഡ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മരുന്ന് മാറിക്കഴിഞ്ഞാൽ അഗർമണി വന്നു, മിമിലസ് വന്നു, ഇതെല്ലാം വന്നു. ഭയങ്കര അതിനെക്കുറിച്ച് വെറീഡ് ആയിട്ട് അവരെങ്ങനെ എന്റെ തലമുടി പൊഴിച്ച് എങ്ങനെ ആയിക്കഴിഞ്ഞാൽ കഷണ്ടി ആവില്ല എന്നൊക്കെ വെറീഡ് ആണെങ്കിൽ വെറീസിനുള്ള മരുന്ന് നമ്മൾ കൊടുക്കുന്നത് അഗ്രമണി എന്നുള്ള കൊടുക്കുന്നത്. ഇപ്പൊ ഒത്തിരി പേര് ഹെയർ ഫോളുമായിട്ട് വരുന്നുണ്ട് സാർ, ഒരുപാട് പേര്. ഇപ്പൊ ഈ അന്തരീക്ഷം ചൂടിന്റെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് ഹെയർ ഫോളിന്റെ. അല്ല, ഈ ഭയങ്കര ചൂടല്ലായിരുന്നോ നമുക്ക് അറ്റ്മോസ്ഫിയർ, അത് ബാധകമാകുമല്ലേ? അതെ. അന്തരീക്ഷത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഹെയർ ഫോൾസ് ജാസ്തിയാണ് ശരിക്കും പറഞ്ഞത്. ഇനിയുള്ള അടുത്ത ചോദ്യം മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ ഒക്കെ ചെറിയ പ്ലാൻ ട്രൈ ചെയ്യാം. അത് പെയിൻ അല്ല. ഞാൻ കിലയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അവിടുത്തെ ഒരു പാർട്ടിസിപ്പന്റ് ഭയങ്കര തലവേദനയായിരുന്നു ഉണ്ടായിരുന്നു, കഴിക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ആ സമയത്ത് റെസ്ക്യൂ റെമഡി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു എവറി 5 minutes ഒരു 4 pills കഴിക്കാൻ പറഞ്ഞു. വിത്തിൻ ഹാഫ് ആൻ അവർ 15 minutes കഴിഞ്ഞപ്പോൾ അവർ തലവേദന മാറിയെന്നുണ്ട്. യു ക്യാൻ ട്രൈ റെസ്ക്യൂ റെമഡി ആസ് എൻ എമർജൻസി. പിന്നെ റൂട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് മരുന്ന് കൊടുക്കണം. അവർ ബാക്കിയുള്ള മെന്റൽ ഫാക്ടർ എങ്ങനെ ക്യാരക്ടർ നമ്മൾ കണ്ടുപിടിക്കണം അവരോട്. ശരിക്കും പറഞ്ഞാൽ വളരെ ധൃതിയുള്ള ക്യാരക്ടർ ഉള്ളതാണോ, വളരെ ഫിയർഫുൾ നേച്ചർ ആണോ, വളരെ ആൻസർ മൈൻഡഡ് ആണോ, അങ്ങനെ കുറേ നമ്മളെ സിംറ്റംസ് ഉണ്ട്. ആ സിംറ്റംസിൽ ഏതൊക്കെയാണ് ഇവർക്ക് പ്രോമിനന്റ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് വെച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് ഫ്ലവർ റെമഡീസ് വി ക്യാൻ ക്യൂർ മൈഗ്രെയിൻ. അടുത്ത ചോദ്യം വാട്സ് ക്രാബ് ആപ്പിൾ തന്നെയാണ്, എക്സ്റ്റേണൽ ഇന്റേണൽ. ഇനി ആർക്കെങ്കിലും നേരിട്ട് സാറിനോട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ചാറ്റ് ബോക്സിലൂടെ അല്ലാതെ നേരിട്ട് കേസുകൾ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. നേരിട്ട് അടുത്തത് യൂറിക് ആസിഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് അതും, പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ട്രൈ ക്രാബ് ആപ്പിൾ. കാരണം ഒരു സിസ്റ്റം ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്, ഒരു ഡിസീസ് ആണുള്ളത്. നമ്മുടെ കിഡ്നി ശരിക്കും ഫങ്ഷൻ ചെയ്യാതെ. അപ്പോൾ അതിന് ക്രാബ് ആപ്പിൾ ട്രൈ ചെയ്യാം.
ആരെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. സിംറ്റംസും കൂടെ പറയാമല്ലോ. റിനിയാനില് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചു. ഹലോ പറയൂ. ഡോക്ടറെ, ഒരു ഇൻഫെർട്ടിലിറ്റി കേസായിരുന്നു. വിത്ത് ഇമ്മോട്ടൈൽ മോട്ടിലിറ്റി ഒട്ടും ഇല്ല. നമ്മൾ അതിന് ബാക്ക് എന്തോ കൊടുക്കുന്നത്? ബാക്ടീരിയോളജിസ്റ്റ് നമുക്ക് അപ്പൊ അവർക്ക് നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം ക്രാബ് ആപ്പിൾ ഒരു 2-3 മാസം കഴിക്കട്ടെ. സിസ്റ്റംസിന് നമ്മൾ നമ്മളെ വെഹിക്കിളൊക്കെ കേടുവന്ന് നമ്മൾ ഓവറോളിങ് കൊടുക്കില്ല, അതേമാതിരി ആ സിസ്റ്റത്തിന് ഇതിന് ഓവറോളിങ് ചെയ്യണം. അപ്പൊ അതിന് ക്രാബ് ആപ്പിൾ ഒരു ഫ്യൂ മന്ത്സ്, ഒരു 2 to 3 months ആദ്യം കഴിക്കും. അത് മാത്രം കൊടുത്താൽ മതി ഡോക്ടർ? മതി. അതിന്റെ എലോങ് വിത്ത് അവരെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് റെസ്ക്യൂ റെമഡിയും കഴിച്ചോട്ടെ, ഒരു 3 നേരം വെച്ച് കഴിക്കും. വിത്ത് നമ്മുടെ ആ മെഡിസിൻസും കൂടെ കൊടുക്കാമല്ലോ, ഹോമിയോ മെഡിസിൻ? ഒരു പ്രോബ്ലം. ശരി ഡോക്ടർ, താങ്ക് യു. നമ്മുടെ മരുന്നും ഈ ബാക്ക്വർ റെമഡിയും കൂടെ എത്ര സമയത്തിന്റെ ഒരു വ്യത്യാസം വേണം? ശരിക്കും പറഞ്ഞാൽ നമ്മളാ മരുന്ന് കഴിച്ച നാവില് നമ്മളെ ഫസ്റ്റ് മരുന്നിന്റെ ടേസ്റ്റ് മാറി കഴിച്ച ശേഷം കഴിക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വ്യത്യാസം, അല്ലെങ്കിൽ ബിഫോർ ഫുഡോ അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡോ ഒക്കെയായിരുന്നു. 15 മിനിറ്റിന്റെ ഡിഫറൻസ് മതി. ഡിഫറൻസ് ആ വായിൽ നല്ല നമ്മൾ ആദ്യം കഴിച്ച മരുന്നിന്റെ ഒരു ടങ്കുന്ന അതിന്റെ ടേസ്റ്റ് പോയിരിക്കണം. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മുദ്രാ തെറാപ്പിയെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു 5 മുദ്രാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരാം. മുദ്രാ തെറാപ്പി നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യണം, എന്ത് കയ്യിലെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് എന്ത് മുദ്ര ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബോഡി എലിമെന്റ് നമ്മുടെ ബോഡിയിൽ എങ്ങനെ ബാലൻസ് ചെയ്യാനുള്ള മുദ്രയാണ്, പിന്നെ പാറ്റലൻസിന് ഏത് മുദ്രയാണ്, ഇതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ 5 മുദ്രാസ് ഈ കൈ കൊണ്ടുള്ളത് പഠിപ്പിച്ചു തരാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പറയാം. കാരണം അത് എല്ലാവരും ബിലീവ് ചെയ്യണമെന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഞാനന്ന് അടുത്ത ക്ലാസ്സിൽ ഒരു 5 കുറേ ഉണ്ട്, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 മുദ്രാസ് ഉണ്ട്. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള ഒരു മുദ്രയുണ്ട്, അത് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഉണ്ടെങ്കിൽ അത് ഡോക്ടർ ധനേഷിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് പഠിപ്പിച്ചു തരാം. വളരെ ഈസിയാണത്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പിടിച്ചിരുന്നാൽ നമ്മളത് ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ളതാണ്. നമ്മൾ ഒരു തല്ലിപ്പൊളി പടം ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, അയാൾ എപ്പോഴും ഇരിക്കുമ്പോഴും ഇങ്ങനെ പിടിക്കുള്ളൂ കൈ ഫിംഗേഴ്സിന്. ഇത് നമ്മളെ മെമ്മറി കൂട്ടാനുള്ള ഒരു മുദ്രയാണ് ശരിക്കും പറഞ്ഞത്, ഈ മുദ്ര. അപ്പൊ അതേമാതിരി ഫ്യൂ മുദ്രാസ് കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മുടെ പഠിപ്പിൽ ഹാർട്ട് ചക്ര ഇത് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. കാരണം അതൊരു എല്ലാവർക്കും അത് താല്പര്യം വരണമെന്നില്ല. സ്റ്റിൽ ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ മാത്രം എടുത്തു തരാം ക്ലാസ്. അടുത്തതിൽ ഇഷ്ടം എന്തായാലും സാർ അതൊന്ന് പറഞ്ഞു തരണം സാറേ, നമുക്ക് രോഗികൾക്ക് പ്രയോജനം ചെയ്യാമല്ലോ. സംശയം പറഞ്ഞുതരാം. നമസ്കാരം ഡോക്ടറെ. പറയൂ. ഡോക്ടറെ, 12 വയസ്സുള്ള ഒരു ഗേളാണ്. തൈറോയിഡ് TSH കൂടുതലാണ്, 170. പിന്നെ തൈറോയിഡ് പെറോക്സിഡേസ് ആന്റി-TPO നോക്കിയപ്പോ അത് 1300 ഉണ്ട്. ആ കേസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അവർക്ക് ജസ്റ്റ് 2 ഡ്രഗേ വേണ്ടു. ഒന്ന് ക്രാബ് ആപ്പിള് 3 നേരം വെച്ച് കഴുകുക. ക്രാബ് ആപ്പിള് 3 നേരം പ്ലസ് റെസ്ക്യൂ റെമഡി 3 നേരം. അങ്ങനെ 1 മാസം കഴിച്ചിട്ട് റിസൾട്ട് എന്ന് പറയുന്നു. ആയിക്കോട്ടെ ഡോക്ടർ. താങ്ക് യു ഡോക്ടറെ. ജയലളിത ഡോക്ടർ ചോദിച്ചിരിക്കുന്നു, ഡയബറ്റീസിന് എന്തെങ്കിലും മുദ്രയുണ്ടോ? ഡയബറ്റീസിന് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ നെക്സ്റ്റ് ടൈം അതൊന്ന് ഞാൻ എവിടെയോ ഒരു നോട്ട്ബുക്കിൽ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് ടൈം പറഞ്ഞുതരാം. ബിന്ദിയ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ. നമസ്കാരം ഡോക്ടറെ. ഓക്കെ ഡോക്ടറെ, ഈ റീനൽ സ്റ്റോൺസിന് നമുക്ക്
നമ്മുടെ മെഡിസിൻസിന്റെ കൂടെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ ബാച്ച് ഫ്ലവർ റെമഡീസിൽ? തീർച്ചയായിട്ടും കൊടുക്കാം. ക്രാബ് ആപ്പിൾ കൊടുത്തു. ക്രാബ് ആപ്പിൾ തന്നെ. സാർ സിസ്റ്റം അതപ്പോ ക്ലീനിങ് എങ്ങനെയാ 2 നേരമാണോ? 3 നേരം വെച്ച് കൊടുക്കാം. സാർ അത് മാത്രം കൊടുത്താൽ മതിയല്ലോ അല്ലെ? ക്രാബ് ആപ്പിൾ മാത്രം? അതെ, ക്രാബ് ആപ്പിൾ കൂടെ നമുക്ക് ഇൻഡിക്കേറ്റ് ഹോമിയോപ്പതി ഡ്രഗ്സ് കൊടുക്കാം. ഓക്കെ, ശരി സാർ, താങ്ക് യു. ഓക്കെ. ഡയബറ്റിസിനെ കുറിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട് സാർ. ഡയബറ്റിസ്. പറയൂ, ചോദിക്കും, എന്താ അറിയേണ്ടത്? ദീപപ്രകാശ് ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഡോക്ടറെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? അൺമ്യൂട്ട് ചെയ്യാം. ദീപപ്രകാശ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തത് ചോദിക്കണേ. ഡയബറ്റിസിന് ബാച്ച് ഫ്ലവർ മെഡിസിൻ ഏതാണെന്ന് ചോദിച്ചു ഡോക്ടറെ. ഡയബറ്റീസ് നിങ്ങളെ ക്രാബ് ആപ്പിൾ എന്തായാലും ട്രൈ ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ക്ലീനിങ് പ്രോസസ്സിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ട്രൈ ക്രാബ് ആപ്പിൾ ഒരു മിനിമം 2 months എങ്കിലും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയാം. ഡോക്ടറെ, ഈ സൂയിസൈഡൽ ടെൻഡൻസിക്ക് പൊതുവെ കൊടുക്കുന്ന മെഡിസിൻ ഏതൊക്കെയാണ്? ചെറിയപ്പളം. അത് മാത്രം മതിയോ ഡോക്ടറെ? മതി. കറക്റ്റ് ഡ്രഗ് അതാണ്. കാരണം സൂയിസൈഡ് ടെൻഡൻസി പറഞ്ഞാൽ നമ്മളെ വിചാരധാരയില് കൺട്രോൾ ഇല്ലാണ്ട് വരുന്ന ഒരു പ്രോസസ്സാണല്ലോ. അതുകൊണ്ടാണ് ആ ചെറിയപ്പളം ഇൻഡിക്കേറ്റ് ആയി വരുന്നത്. ഇനി എപ്പോഴും പെർസിസ്റ്റന്റ് ആയ തോട്ട്സ് വരികയാണെങ്കിൽ വൈറ്റ് ചെസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. പെർസിസ്റ്റന്റ് അൺവാണ്ടഡ് തോട്ട്സ് അതിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് സൂയിസൈഡൽ ടെൻഡൻസി അതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ ആ സിംറ്റമാറ്റിക് ആയി കണക്കാക്കിയിട്ട് വൈറ്റ് ചെസ്റ്റ് കൊടുക്കാം. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം. ചാറ്റ് ബോക്സിൽ ഗോൾ സ്റ്റോൺ കോളിക്കിനെ കുറിച്ചൊരു ചോദ്യം. ഗോൾ സ്റ്റോൺ നിങ്ങൾ കോളിക്ക് വരുന്ന സമയത്ത് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഒരു 1 tumbler ഓഫ് വാട്ടറിൽ ഒരു 10 drops ഇട്ടിട്ട് എവറി 5 minutes റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. എമർജൻസി കേസിലെല്ലാം റെസ്ക്യൂ റെമഡി വളരെ യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കാതെ എല്ലാ എമർജൻസി കേസിലും ഇവൻ നമ്മുടെ ഡെലിവറി ടൈമിൽ പോലും നമുക്ക് ആ സമയത്ത് റെസ്ക്യൂ റെമഡി കൊടുത്ത് നമുക്ക് അവർക്ക് മൈൻഡ് കാമായിട്ട് നോർമൽ ഡെലിവറിക്ക് സംഭവിച്ചിരിക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 10 തുള്ളി ഒഴിച്ചിട്ട് 5 minutes കഴിക്കട്ടെ. പിന്നെ ഒരു ചോദ്യം ക്രോണിക് കഫ് ആണ്. ക്രോണിക് കഫ്, ക്രോണിക് അൾസർ, ക്രോണിക് കഫ്. നമ്മളെ ക്രോണിക് കഫ് കൊണ്ട് അവരുടെ പ്രോബ്ലം, അവരുടെ മനോനില എന്തായിരിക്കും ആ സമയത്ത് നമുക്ക് അറിയണം ചെയ്യും. ക്രോണിക് കഫ് കൊണ്ട് അവർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണെങ്കിൽ ഇൻപേഷ്യന്റ് കൊടുക്കാം, ക്രാബ് ആപ്പിൾ കൊടുക്കാം. സിംറ്റംസും ഈ കോഫ് ഈക്വൽസ് ബാക്ടീരിയ റെമഡീസിന്റെ അവർക്ക് അതുകൊണ്ടുള്ള ക്രോണിക് കഫ് വന്നിട്ട് അവരുടെ മനോനില ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടോ, ഭയങ്കര വെറീഡ് ആണോ, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അഗ്രിമെന്റ് ഇൻപേഷ്യന്റ് അങ്ങനത്തെ നമ്മൾ സെലക്ട് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ഇല്ല. കറക്റ്റ് അവരുടെ ആ കോഫ് കൊണ്ട് അവർക്കുള്ള ആ ഒരു ക്യാരക്ടർ എങ്ങനെ മാറിയിട്ടുണ്ട്. അവരുടെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണെങ്കിൽ ഇൻപേഷ്യന്റ് വരും, ഭയങ്കര വെറീഡ് ആണ് അതിന്റെ മാറുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര വെറീഡ് ആയിട്ട് മിമ്മിനസ് കൊടുക്കാം. അപ്പൊ ഒരു ഫ്യൂ റെമഡീസ് നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. ശരിക്കും നമ്മൾ അതിന് ബാക്ടീരിയ റെമഡീസിന് റെപ്പർട്ടറി എടുത്ത് വെച്ചിട്ട് അവരുടെ ആ ഒരു ഫ്യൂ സിംറ്റംസ് എടുത്ത് റെപ്പർട്ടറൈസ് ചെയ്തിട്ട് കറക്റ്റ് ഡ്രഗ് കിട്ടുന്നു. പിന്നെ എന്തിനും നമുക്ക് ഒരു റെസ്ക്യൂ റെമഡി ട്രൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്ലിയർ കട്ട് പിക്ചർ ഇല്ലാന്ന് സ്റ്റാർട്ട് എനി ഡിസീസ് റെസ്ക്യൂ റെമഡി. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് അഗൈൻ ടേക്ക് ദ കേസ് ആൻഡ് പ്രിസ്ക്രൈബ്. ഇനി ചോദ്യമുള്ളത് സ്ലീപ്ലെസ്നെസ് ആണ്.
സ്ലീപ്ലെസ്നെസ്സിന് നമുക്ക് റെസ്ക്യൂ റെമഡി ട്രൈ ചെയ്യാം. ഒരു 10 തുള്ളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട് കിടക്കാൻ നേരത്തെ കഴിച്ചു നോക്കാം. അല്ലെങ്കിൽ ഒരു ഫ്യൂ മിനിറ്റ്സിൽ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ശോഭന ഡോക്ടർ, ശോഭന ഡോക്ടർ അഡ്മിറ്റ് ചെയ്തോളൂ. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് PSA കൂടുതലുള്ള കേസിന് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അതിന് കറക്റ്റ് ക്രാബ് ആപ്പിൾ ഇന്റേണൽ ആയിട്ട് 3 നേരം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കട്ടെ. ആൻഡ് സീ ദ റിസൾട്ട് ആഫ്റ്റർ ഫ്യൂ മന്ത്സ്. വിത്ത് യൂറിനറി ഇൻഫെക്ഷനും കാണും ചിലപ്പം. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ ആകുമ്പോൾ ഹോമിയോപ്പതി മെഡിസിൻസ് പോരെ. അല്ലെങ്കിൽ അതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ പെയിൻ ആണുള്ളതെങ്കിൽ ചെറിയ ട്രൈ ചെയ്യാം, റെസ്ക്യൂ റെമഡി ട്രൈ ചെയ്യാം. റെസ്ക്യൂ റെമഡി കൊടുത്തു കൂടുതലും യൂറിൻ പോകാനായിരിക്കും ഇവർക്ക് പാട്. അതിന് നമ്മൾ ഹോമിയോ മെഡിസിൻസ് പോരെ. അല്ല, ഞാൻ ഈ നമ്മുടെ ഈ ബാച്ചുലറിലുള്ള മെഡിസിൻ ഏതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അല്ല ഡോക്ടർ, ഇതില് ബാച്ചുലർ മെഡിസിൻ ഡയറക്റ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരുന്ന് പറയുന്നില്ല. അതല്ല, ഈ പ്രോസ്റ്റേറ്റ് ഉള്ളപ്പം ഇങ്ങനെ യൂറിൻ പോകാൻ അവർക്കൊരു ബുദ്ധിമുട്ടത്തോ അപ്പൊ അവിടെ സമയത്തുള്ള സിംറ്റംസ് എന്താണ്? ഭയങ്കര പെയിൻ ആണെങ്കിലൊക്കെ ചെറിയ പ്ലാൻ കൊടുക്കുക, റെസ്റ്റ് റെമഡി കൊടുക്കുക. യൂറിൻ ഇങ്ങനെ അന്നേരം ആ സമയത്ത് ചിലപ്പോ ഡ്രോപ്പ് ആയിട്ടാണ് പോകുന്നത്. അതെ. ട്രൈ റെസ്ക്യൂ റെമഡി ഡ്യൂറിംഗ് ദാറ്റ്. ശരി, ഓക്കെ, താങ്ക് യു സർ. സ്വപ്ന നജീബ് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാമേ. മൈക്രോ ആൽബുമിനൂറിയ എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ സർ. എന്താണ് മൈക്രോ ആൽബുമിനൂറിയ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബാഷ് സെലക്ട് ചെയ്യില്ല. അവർക്ക് അതുകൊണ്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ അവർ എന്താണ് മാനസികമായ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഭയങ്കര വെറീഡാണോ, ഭയങ്കര പാനിക്കാണോ, ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് കൺസേൺ ആണോ, ഇതെല്ലാം അറിഞ്ഞ ശേഷമുള്ള പ്രിസ്ക്രിപ്ഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ മൈക്രോ ആൽബുമിനൂറിയ ഈക്വൽസ് ബാഷ് എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രാബ് ആപ്പിൾ ട്രൈ ചെയ്യാം. കാരണം ഇറ്റ്സ് എ ക്ലീനിങ് ഏജന്റ് ആയതുകൊണ്ട് it will definitely clean the system. സ്വപ്ന ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാം. ഡോക്ടർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. സ്വപ്ന ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും ചോദിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് സംസാരിക്കുന്ന രീതി. ഡിസ്മെനോറിയക്ക് മെഡിസിൻസ് ഡോക്ടറെ. ഡിസ്മെനോറിയക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് ഡ്രഗ് ഈസ് ബാഷ് റെമഡി, റെസ്ക്യൂ റെമഡി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിത്തിൻ അവേഴ്സ് അത് പെയിൻ റിലീവ് കിട്ടും, സംശയിക്കുക വേണ്ട. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഇനി ഡാൻഡ്രഫ് എന്നൊരു ചോദ്യമുണ്ട്. Dandruff again comes crab apple. All the skin complaints, extra ബോഡിയിലുള്ള പുറത്തുള്ള എല്ലാ കംപ്ലൈൻസിനും നമ്മൾ കൊടുക്കേണ്ടതാണ് ക്രാബ് ആപ്പിൾ. നിങ്ങൾ ഇതെല്ലാം കേട്ട ശേഷം പിന്നെ ഫീഡ്ബാക്ക് ഓരോ ക്ലാസ്സിലും പറയണം. ഞാൻ പ്രിസ്ക്രിപ്ഷൻ പറയുന്നതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് തരണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കേസ് ഹിസ്റ്ററീസ് നിങ്ങൾ പ്രസന്റ് ചെയ്യണം, പറയണം. എന്നാലേ നമുക്ക് എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആവുള്ളൂ. കാരണം നമ്മളിപ്പോ ഓരോ ജില്ലയിൽ പോലും ഫ്ലവർ റെമഡീസ് ചോദിച്ചവർക്ക് അൺഅവൈലബിൾ ആണ്, വാങ്ങിക്കാൻ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ഷോപ്പറേ ഇവിടെ ഇല്ല. അതന്നെ കുറച്ച് ഒരു 15 ml അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ നമ്മളത് അക്സെപ്റ്റൻസ് വരുത്തി കഴിഞ്ഞാൽ ഇവരെല്ലാം വരുത്തി വരും. അപ്പൊ നമ്മുടെ കയ്യിലാണ് നമുക്ക് ഇതിന്റെ പ്രചരണം റെമഡി ഒന്നും കിട്ടുന്നില്ല സാറേ.
അല്ല ഞാനെല്ലാം മറ്റേ 1 mg വരുന്നത് ചെയ്യുന്നത്. ഞങ്ങളെല്ലാരും നമ്മുടെ ഉപയോഗിക്കും. ഹോമിയോ ഫാർമസിക്കാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കണം. ലത ഡോക്ടർക്ക് ചോദിക്കാനുണ്ടോ? ഇല്ല ഡോക്ടർ. ബിന്ദു ഡോക്ടർ ഡോക്ടറെ പറയൂ. ഞാൻ ജയപ്രകാശ് ഡോക്ടർ. ഏത് കമ്പനിയാണ് നല്ലത്? ഞാൻ ബാക്സൺ ഉണ്ട്, സെന്റ് ജോർജ് ഉണ്ട്. സെന്റ് ജോർജ് വാങ്ങാറ്. SBL സെന്റ് ജോർജിന്റെ ഒക്കെ വാങ്ങുന്നത്. ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ സൂയിസൈഡൽ കേസിൽ ഒരു ഡോക്ടർ പറഞ്ഞ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് വെച്ചിട്ട് കൊടുത്തത്. അപ്പൊ എനിക്ക് 4 സൂയിസൈഡൽ കേസിൽ നല്ല റിസൾട്ട് ഉണ്ടായിന്. മെഡിസിൻ ഒക്കെ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പലപ്പോഴും പറഞ്ഞത്. അപ്പൊ എനിക്ക് 4 കേസിലും 1 മാസം കഴിഞ്ഞപ്പോ തന്നെ ആ ടെൻഡൻസി മാറി. ആ ഒരു വിവരം ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനത് സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം മാത്രമാണ് ഈ ബാഷ്ഫ്ലവർ ഈ മെഡിസിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് ഇതിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. അതുപോലെ തന്നെ ADHD ഒരു കേസ് എന്ന് വെച്ചാല് ആ കുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോ എന്റെ മേക്ക് തുപ്പും കൂടെ ചെയ്തു. മാത്രല്ല പേരെന്നാ ചോദിച്ചപ്പോ നായിന്റെ മോനെന്നും കൂടെ വിളിച്ചു. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പത്തേക്ക് ആ കൊച്ച് എനക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു ആ കൊച്ച്. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, എന്നെ ജീവിതത്തിൽ ഇന്നവരെ അച്ഛ എന്ന് വിളിച്ചിട്ടില്ല. അവൻ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ അച്ഛ എന്ന് വിളിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് കേസ് കിട്ടി. അതൊക്കെ ഞാനിവിടെ പറയാൻ വേണ്ടി വന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അല്ല ഡോക്ടർ ഏത് മരുന്നാ കൊടുത്തെന്നും കൂടെ പറഞ്ഞുതരായിരുന്നു. അത് ഞാനൊരു ബുക്കിൽ സാർ ഓരോ പ്രാവശ്യം പറയുന്നത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഓട്ടിസം സാർ ഇത്ര, ADHD അങ്ങനെ പറയുന്ന മെഡിസിൻ ഒക്കെയാണ് ഞാൻ കൊടുത്തില്ല. അതിപ്പോ ആ ബുക്ക് തന്നെ നോക്കണം, അതെന്റെ ക്ലിനിക്കിലാ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കേസ് വരുമ്പോ ഞാൻ ആ ബുക്ക് നോക്കിയിട്ട് സാറ് പറഞ്ഞ മെഡിസിൻ എടുത്ത് കൊടുക്കും. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. സാറ് പറയുന്നത് സൂയിസൈഡൽ ടെൻഡൻസി ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ ചെറിയബിളം കൊടുക്കും. സാറ് പറയുന്നത് പോലെ കൊടുക്കും, അത്രേ ഉള്ളൂ. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും വിവരമില്ല. പക്ഷെ എനിക്ക് അത്രയും റിസൾട്ട് കിട്ടി. അതാണ് വേണ്ടത്. കാരണം ഞാനൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷമാണ്. മനസ്സിലായില്ലേ? നമുക്ക് ധാരാളം അങ്ങനെ മറ്റേ ജനങ്ങളെ സേവ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ശരിക്കും ഒരു കൗൺസിലിംഗ് സെന്റർ തന്നെ വേണം. കാരണം ഇങ്ങനത്തെ വല്ല സിംറ്റംസ് തോന്നുകയാണെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ സുഖമായിട്ട്. എക്സാം ടൈമിലൊക്കെ അങ്ങനത്തെ ടെൻഡൻസി വരുന്ന കുട്ടികളുണ്ട്. നമ്മളെ അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈയിടെ ഒരു കേസ് വന്നു. ഭയങ്കരമായി കരഞ്ഞുകൊണ്ടാണ് വന്നത്. മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിരാശയില് ആണ് വന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ മരുന്ന് കഴിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അവർക്ക് കൊളസ്ട്രോൾ ഉണ്ട്. അതിന് അവര് പക്ഷെ മനസ്സിന് എനിക്ക് മരുന്ന് തരരുതെന്ന് പറഞ്ഞു. വേറെ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് കൊളസ്ട്രോളിനാണെന്നും പറഞ്ഞ് റെമഡി കൊടുത്തു. 4 തുള്ളി വീതം 1/4 ഗ്ലാസ് വെള്ളത്തിൽ കഴിച്ച് രാവിലെയും വൈകിട്ടും കഴിച്ചോളാൻ പറഞ്ഞു. 2-3 ദിവസം കഴിച്ച് കഴിഞ്ഞ് അവർ ബ്ലഡ് റിപ്പോർട്ടും കൊണ്ട് വരാൻ പറഞ്ഞിരുന്നത്. ടെസ്റ്റ് ചെയ്ത് വന്നപ്പം വളരെ ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മരുമോളെയും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ 2-3 ദിവസമേ കഴിച്ചുള്ളൂ. അപ്പൊ ഈ ബാക്കി കഴിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ നല്ലത്. കാരണം ഇങ്ങനെ നമ്മളെ എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ള ഡോക്ടേഴ്സിനും റിലീഫ് വരുള്ളൂ, പബ്ലിക്കിനും റിലീഫ് വരുള്ളൂ. കാരണം നോക്കുക, നമ്മള് അതാ പറയാം, ഡയറക്റ്റ് നമ്മൾ കൊളസ്ട്രോൾ പറഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തത് പറയുന്ന എക്സാമ്പിളാണ് ഡോക്ടർ പറഞ്ഞത്. അവരുടെ ക്യാരക്ടർ എന്തായാലും അതൊരു എമർജൻസി സിറ്റുവേഷൻ, അവരുടെ ഡിപ്രഷൻ ആണ്, റിസ്ക് നമ്മുടെ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ. കുറെ വെറുതെ നമ്മളൊരു പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് നമുക്ക് എക്സ്പീരിയൻസുകൾ എല്ലാവരും ഷെയർ ചെയ്യണം. മറ്റൊരു ഡോക്ടർ ഞാൻ പ്രിസ്ക്രിപ്ഷൻ എന്നോട് കൂടി ചോദിച്ചാൽ ഞാൻ എന്താ അന്ന് പ്രിസ്ക്രൈബ് അല്ലെങ്കിൽ ഡോക്ടർക്ക് അഡ്വൈസ് ചെയ്തതെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. കാരണം ആ സമയത്ത് എൻ്റെ മൈൻഡിൽ വരുന്ന കറക്റ്റ് ട്രക്ക് അല്ലെങ്കിൽ പുസ്തകം തുറന്നിട്ട് ADHD ഇന്നതുണ്ട്,
ഹൈപ്പർ ആക്ടിവിറ്റി ബിഹേവിയർ ഡിസോർഡർ, അതിന് ഇത് കൊടുക്കാനാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിന് ആക്ഷൻ ഉണ്ട്, അതിന് സംശയമൊന്നുമില്ല. ഇപ്പൊ തന്നെ ADHD മരുന്ന് ഏതാന്ന് ചോദ്യം വന്നിട്ടുണ്ട് സർ. ADHD ശരിക്കും പറഞ്ഞാല് നമ്മളെ ചിക്കറി, സിറാറ്റോ ഇതൊക്കെയാണ് ADHDക്ക് വരുന്നത്. ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ ശരിക്കും പറഞ്ഞാല്. ഹൈപ്പർ ആക്റ്റീവിന് വരുന്നത് അഗ്രിമണി, ചെസ്റ്റ്നട്ട് ബെഡ്, ഇംപേഷ്യൻ, റോക്രോസ്, വെർവിയൻ. അഗ്രിമണി, ചെസ്റ്റ്നട്ട് ബെഡ്, അഗ്രിമണി, ചെസ്റ്റ്നട്ട് ബെഡ്, ഇംപേഷ്യൻ, റോക്രോസ്, വെർവിയൻ. ഇതിന്റെ കൂടെ തന്നെ ചിക്കറിയും സവാറ്റയും ഉണ്ടോ? അതായത് ചിക്കറി ഇതില് വരുന്നില്ലല്ലോ, ചിക്കറി വരുന്നില്ല. ചെസ്റ്റ്നട്ട് ബെഡ്, ചെസ്റ്റ്നട്ട് ബെഡ് വരുന്നുണ്ട്, വെർവിയൻ വരും. വെർവിയൻ വരും. ഈ ചിക്കറിക്ക് എന്താ വെച്ചാൽ ചിക്കറിക്ക് അറ്റൻഷൻ സീക്കിംഗ് ആണ്. എപ്പോഴും ഈ നമ്മളെ തോളത്തുനിന്ന് നമ്മൾ ചമമ്പല ബേബിമാർ നമ്മളെ തോളത്തുനിന്നൊക്കെ ഇറങ്ങിപ്പോവാത്തൊരു ക്യാരക്ടറാണ് ചിക്കറി വരുന്നത്. ശരിക്കും അറ്റൻഷൻ സീക്കിംഗ് ആണ് കൂടുതലുള്ളത്. എവിടെ പോയാലും അവരായിരിക്കും അറ്റൻഷൻ വേണ്ടതെന്നുള്ള പറയുന്ന ക്യാരക്ടറാണ് അവരുള്ളത്. ഈ ഹൈപ്പർ ആക്റ്റീവിനോട് കൂടിയിട്ട് ബിഹേവിയറൽ മിസ്റ്റേക്സും കൂടി ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ചില ഡ്രഗ് വീണ്ടും വരുന്നുണ്ട്. ചെസ്റ്റ്നട്ട് ബെഡ് വരുന്നുണ്ട്, വെർവിയൻ വരുന്നുണ്ട്. ബിഹേവിയറൽ മിസ്റ്റേക്സും കൂടി കമ്പൈൻഡ് ആണെങ്കിൽ, അപ്പൊ അയാൾ പറഞ്ഞില്ല, മറ്റേ ഡോക്ടർ പറഞ്ഞല്ലോ, അങ്ങനെ മുഖത്ത് തുപ്പി എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് പ്ലസ് ബിഹേവിയറും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ചെസ്റ്റ്നട്ട് ബെഡ്, വെർവിയൻ. ബിഹേവിയർ മിസ്റ്റേക്സിന് അതർ ഡ്രഗ്സ് ഒക്കെ വേണമെങ്കിൽ എഴുതിക്കോളൂ. ചെറിയപ്ലം പറയുന്നുണ്ട്, ചിക്കറി പറയുന്നുണ്ട്, ഹോളി പറയുന്നുണ്ട്, ഇംപേഷ്യന്റ് പറയുന്നുണ്ട്, വൈൻ പറയുന്നുണ്ട്, വില്ലോ പറയുന്നുണ്ട്. എന്തിനായിരുന്നു സാറേ? വില്ലോ ബിഹേവിയർ മിസ്റ്റേക്ക്, നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ. ഒന്നുകൂടെ പറയണേ സാറേ അതിന്. ചിക്കറി, ചെറിയപ്ലം, ചെസ്റ്റ്നട്ട് ബെഡ്, ചിക്കറി. സിയിൽ 3 മരുന്ന്. ചെറിയപ്ലം, ചിക്കറി, ചെസ്റ്റ്നട്ട് ബെഡ്, നെക്സ്റ്റ് ഹോളി, നെക്സ്റ്റ് ഇംപേഷ്യന്റ്, വെർവിയൻ, വൈൻ, വില്ലോ. ഈ വില്ലോ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഫിക്സഡ് നേച്ചറുള്ള സ്വഭാവ പൂജ ക്യാരക്ടർ ഉള്ളതാണ് വില്ലോ. stubborn ക്യാരക്ടറാണ് വില്ലോനൊക്കെ. പറഞ്ഞെന്ന് വ്യതിചലിക്കില്ല അവര്. ഇനി ഇത് തന്നെ ഈ ബിഹേവിയർ മിസ്റ്റേക്സും കൊണ്ട് ഈ സാധനങ്ങൾ നശിപ്പിക്കുന്ന പ്രവണതയും കൂടെ അഗെയിൻ കംസ് ചെറിയപ്ലം ആൻഡ് ഹോളി. നശീകരണ പ്രവണത കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ ചെറിയപ്ലമും ഹോളി വരും. അപ്പൊ ADHDക്ക് ഈ ഒരു 3 സിംറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ കിട്ടാത്തതിന് ബ്രെയിനിലോട്ട് ട്രൈ ക്രാബ് ആപ്പിൾ. എവിടെയെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിലൊക്കെ, സിസ്റ്റത്തിൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിലൊക്കെ മാറ്റാവുന്ന ട്രിക്കാണ് ക്രാബ് ആപ്പിൾ. യൂണിവേഴ്സൽ ക്ലീനിങ് ഏജന്റ് ആണ്, ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി. നമുക്ക് കുറച്ച് 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ചോദ്യം ചോദിക്കാനുള്ളവര് ചോദിക്കണേ. എനിക്ക് ഹോളിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സാർ. അവര് അതിനായിട്ട് തന്നെ വരുന്നുണ്ട്. വണ്ണം വയ്ക്കാനുള്ള മരുന്ന്. വണ്ണം വെക്കാനുള്ള മരുന്നെന്ന് വെച്ചാല് എന്തുകൊണ്ടാണ് വണ്ണം വെക്കാത്ത, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ക്യാരക്ടറൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട്. മെയിനായിട്ട് ട്രൈ റെസ്ക്യൂ റെമഡി. എന്താ വെച്ചാൽ ആ വണ്ണം വെക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വരണമെങ്കിൽ അവരുടെ മെന്റൽ പിക്ചറെ മാറണം. ട്രൈ റെസ്ക്യൂ റെമഡി. ഓക്കെ, താങ്ക് യു. എന്നിട്ട് വണ്ണം വെക്കുന്ന പറഞ്ഞിട്ട് അവരെ കൊണ്ട് മനസ്സിൽ ഡെയിലി പറയിപ്പിക്കണം.
എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഞാൻ വണ്ണം വെക്കുന്നുണ്ടെന്ന് അവർ കണ്ണാടി നോക്കി ദിവസേന റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ടേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അവരെ മൈൻഡിനെ കൊണ്ട് അവർ തലച്ചോറിൽ എത്തിക്കണം. ഞാൻ ഇന്നലത്തെക്കാൾ ഇന്ന് വണ്ണം വെച്ചു എന്ന് അവരെ കൊണ്ട് 5 ടൈംസ് എങ്കിലും കണ്ണാടി നോക്കി പറയിപ്പിച്ചിട്ട് 3 നേരം മരുന്ന് കഴിക്കാൻ പറയും. എല്ലാം മൈൻഡ് ഫാക്ടറാണ്. അപ്പൊ നമ്മൾ ബ്രെയിനിൽ ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കുന്ന ആഹാരം അബ്സോർപ്ഷൻ നടക്കും. അബ്സോർപ്ഷൻ നടന്ന് വണ്ണം വെച്ചോളും. വണ്ണം കുറയ്ക്കാനോ ഡോക്ടറെ? വണ്ണം കുറയ്ക്കാൻ ഇതേ ഡ്രഗ് കൊടുത്തിട്ട് അഫർമേഷൻ മാറ്റിയാൽ മതി. ഈ മരുന്ന് കഴിക്കുന്നതോടുകൂടി എൻ്റെ വണ്ണം ദിവസം പ്രതി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മളൊരു റിസർച്ചാണ് കേട്ടോ. താങ്ക് യു ഡോക്ടറെ. മൈൻഡിന് പറ്റാത്ത കാര്യങ്ങളില്ല. അപ്പൊ ആ മൈൻഡിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ബ്രെയിനിൽ ഇമ്പാക്ട് കൊടുത്താൽ തീർച്ചയായിട്ടും അത് ശരീരത്തിന്റെ വണ്ണം കുറച്ചോളൂ. അപ്പൊ 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ക്ലാസ്സിൽ അടങ്ങിയിരിക്കുകയില്ല. പക്ഷെ ഭയങ്കര പിന്നെ പിള്ളേരെ കടിക്കുകയൊക്കെ ചെയ്യും. വേണ്ടി വന്നാൽ പിന്നെ ഇത് ഭയങ്കര വാശി. എന്തെങ്കിലും സാധിക്കാന്ന് വെച്ചാൽ സാധിച്ചേ അടങ്ങും. നമ്മൾ എത്ര തടഞ്ഞാലും ഭയങ്കര വാശിയാണ്. അവർക്ക് ചെറിയപ്ലം ഇംപേഷ്യൻ വെർവേ കൊടുത്തു. ചെറിയപ്ലം ഇംപേഷ്യൻ വെർവേ. നാല് വയസ്സായിട്ടും സംസാരം ശരിയായിട്ടില്ല. സംസാരം ശരിയാവുന്ന സ്പീച്ച് ഡെവലപ്മെന്റിന് 1 മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. സെറാറ്റോ എന്നുള്ള ഡ്രഗാ തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് 1 മിനിറ്റ് സെറാറ്റോ പറഞ്ഞിട്ടുണ്ട്. സ്പീച്ച് ആണ് സെറാറ്റോണ് വരുന്നത്. ഇതിന്റെ കൂടെ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലവർ റെമഡീസ് ഒക്കെ നമ്മൾ എത്ര നേരം കഴിച്ചാലും യാതൊരു പ്രോബ്ലം ഇല്ല. ഒരു പ്രോബ്ലം വരില്ല. സ്പീച്ച് പ്രോബ്ലം ഇത് തന്നെയാണ്, സെറാറ്റോ തന്നെയാണ് പറയുന്നത്. സ്പീച്ച് പ്രോബ്ലം, ലേണിംഗ് പൊട്ടൻഷ്യലൊക്കെ ഇമ്പ്രൂവ് അതിനുവേണ്ടി എൻഹാൻസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൂടെ സെറാറ്റോ കൊണ്ട് ചെസ്റ്റ്നട്ട് ബഡും കൂടെ ആഡ് ചെയ്തോളൂ വേണമെങ്കിൽ, കുഴപ്പമില്ല. ഹോൺബീൻ പഠിത്തത്തിന് വേണ്ടിയാ അല്ലേ കൂടുതലും? ഏത് ഹോൺബീൻ? ഹോൺബീൻ, അതെ. പഠിത്തത്തെ സംബന്ധിച്ചാണ് ഹോൺബീൻ വരും. സെറാറ്റോ, ചെസ്റ്റ്നട്ട് ബഡ് ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഓർമ്മശക്തിക്ക്, ക്ലിമാറ്റിസ് ഇതെല്ലാം അതിൽ വരും. ഓർമ്മശക്തിക്ക് സെറാറ്റോ ഉണ്ടോ? സെറാറ്റോ വരും. സെറാറ്റോ, ചെസ്റ്റ്നട്ട് ബഡ്, ഹോൺബീൻ. ഈ മെമ്മറി വീക്ക്നെസ് പറയുന്ന ഡ്രഗ്സ് ആണ് ചെസ്റ്റ്നട്ട് ബഡ്, ക്ലിമാറ്റിസ്, ഹോൺബീൻ, ഓക്ക് ആൻഡ് ഒലീവ്. മെമ്മറി വീക്ക്നെസ്, ചെസ്റ്റ്നട്ട് ബഡ്, ക്ലിമാറ്റിസ്, ഹോൺബീൻ, ഓക്ക്, ഒലീവ്. സാധാരണ കേൾക്കുന്ന മരുന്നല്ലല്ലോ ഓക്കും ഒലീവ്. അതെ. ഒലീവ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മെന്റൽ എക്സ്പോഷൻ പ്ലസ് ഫിസിക്കൽ എക്സ്പോഷൻ വരുന്നതാണ് ഒലീവ്. എങ്ങനെ കേട്ടില്ല സാറേ? ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ട് സ്ട്രെയിൻ ഓവർസ്ട്രെയിൻ കഴിഞ്ഞിട്ട് ശാരീരികമായിട്ടും മാനസികമായും തളർച്ച പറയുന്ന പേഷ്യന്റിനാണ്. എന്ത് ചെയ്താലും എൻ്റെ തളർച്ച മാറുന്നില്ല, ഒരു ഉന്മേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഒലീവ് കൊടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഒരു മെന്റൽ ഫെറ്റീഗ് മാത്രമാണെങ്കിൽ ഹോൺബീമാ വരുന്നത്. മനസ്സിന് മാത്രം ക്ഷീണം, ശരീരത്തിനില്ല കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ മനസ്സിനും ശരീരത്തിനും ക്ഷീണം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒലീവ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വന്നു കഴിഞ്ഞാൽ കാർബോ വെച്ച് കഴിക്കുന്ന മരത്തിന് ഒലീവ് കൊടുത്തു നോക്കും, നല്ല പെട്ടെന്ന് അവർ റിക്കവറി ആവും. ഫാസ്റ്റായിട്ട് അവരെ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് വരും ഒലീവിന്.
മെന്റൽ ടയർഡ്നെസ് മാത്രമാണെങ്കിൽ ഏതാ ഡോക്ടറെ? ഹോൺബീം HOR ഹോൺബീം. പനി കഴിഞ്ഞുള്ള ക്ഷീണത്തിന് കൊടുക്കാല്ലേ? അതെ 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 കൊടുക്കും. പനി കഴിഞ്ഞ ക്ഷീണത്തിന് ഈ ഒലിവ് കൊടുക്കാം. കൊടുക്കും. ശോഭന ഡോക്ടർ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല, ഞാൻ ഇതിന്റെ സ്പെല്ലിങ് പറഞ്ഞതാ. ഓക്ക് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാണല്ലോ സാർ. ഓക്കൊക്കെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. റെയറാണ്. ഞാൻ എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഓക്ക് ഞാൻ വാങ്ങി വെച്ചത് അങ്ങനെ തന്നെ ഉണ്ട്, പ്രിസ്ക്രിപ്ഷൻ വന്നിട്ടില്ല. ഈ ഹോൺബീമിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ പ്രൊലോങ്ഡ് മെന്റൽ വർക്ക്, അതായത് നമ്മൾ IT ഫീൽഡിലുള്ളവർക്ക് കേൾക്കില്ലേ, പ്രൊലോങ്ഡ് മെന്റൽ വർക്ക് കൊണ്ടുള്ള പ്രോബ്ലംസ്, അതിന് ഹോൺബീം കൊടുക്കുന്നത് ഇറ്റ് വിൽ റീവൈറ്റലൈസ് മെന്റൽ പവേഴ്സ് ഓഫ് ക്ലാരിറ്റി ആൻഡ് കോൺസെൻട്രേഷൻ ആൻഡ് ഗീവ് പ്രിസർവൻസ് എന്നാ പറയുന്നത് ഹോൺബീമിന്. മാത്രമല്ല ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ലേണിംഗ് ഡിസബിലിറ്റീസ്, റിട്ടാർഡേഷൻ, ബെരട്ട കാർബമാരി റിട്ടാർഡേഷൻ കൊടുക്കുന്ന ഡ്രഗും കൂടെയാണ് ഹോൺബീം. ചെസ്റ്റ്നട്ട് ബെഡ്, മസ്റ്റാർഡ്, വൈൽഡ് ഔട്ടും കൂടെ വരും റിട്ടാർഡേഷന് കൊടുക്കുന്ന അതർ ഡ്രഗാണ്. മെന്റൽ റിട്ടാർഡേഷൻ, മെന്റൽ റിട്ടാർഡേഷൻ, ചെസ്റ്റ്നട്ട് ബെഡ്, മസ്റ്റാർഡ്, വൈൽഡ് ഔട്ട്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്ക്, ബെരട്ട കാർബ് ടൈപ്പ് കുട്ടികൾക്ക് ഹോൺബീം, ചെസ്റ്റ്നട്ട് ബെഡ്, മസ്റ്റാർഡ്, വൈൽഡ് ഔട്ട്. വൈൽഡ് ഔട്ടോ? വൈൽഡ് ഔട്ട്. വൈൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളവര് എന്താ പറയാ, ചിന്തകൾ ഇങ്ങനെ കൂടിക്കൂടി മനസ്സിൽ കൂടെ പലതരം ചിന്തകൾ വന്നുകൊണ്ടിരിക്കാതെ അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുന്ന കുട്ടികൾക്ക് വൈൽഡ് ഔട്ട്. ധാരാളം ചിന്തകൾ, അൺവാണ്ടഡ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പെർസിഷൻ അൺവാണ്ടഡ്, ഒരേ തോട്ടല്ല, പക്ഷെ ധാരാളം ചിന്തകൾ വന്ന് മറ്റേ അവർക്ക് കോൺസെൻട്രേഷൻ ലാക്കിംഗ് ആണെങ്കിൽ 100 ചിന്തകൾ അറ്റ് എ ടൈം വരുന്ന ക്യാരക്ടറാണ് വൈൽഡ് ഔട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ സമയം പോയത് അറിഞ്ഞില്ല. സമയം 10 മണിയായിട്ടുണ്ട്. വളരെയധികം സംശയങ്ങൾ ഇന്ന് തീർക്കുവാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ദീപപ്രകാശ് ഡോക്ടർ, സാറിനൊരു നന്ദി പറയണേ. 10 മണി ആയതുകൊണ്ട് ഇനി ബാക്കി അടുത്തത് ഇത്രയും ഗോപികൃഷ്ണൻ ഡോക്ടറെ, വളരെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ് IFPH നമുക്കും വേണ്ടി തന്നത്. സാറിന് ഒരുപാട് നന്ദി. സാർ ഇനിയും വന്നിട്ട് ഇതേപോലെ നല്ല നല്ല ക്ലാസ് എടുത്താൽ നമ്മൾ ഏതാണ്ട് ബാച്ചുലർ റെമഡീസിലേക്ക് തന്നെ പോകുന്ന രീതിയിലേക്കാണ് ഇപ്പൊ ട്രെൻഡ്. ഓക്കെ, താങ്ക് യു ഡോക്ടറെ. നന്ദി പ്രകാശ് ഡോക്ടർ. ഏതായാലും സാറിന്റെ ക്ലാസ് കൊണ്ട് മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം ഇപ്പം ഈ റെമഡികൾ കിട്ടാതായിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതുപോലെ ഇപ്പൊ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. ഇനി ബാക്കി മെഡിസിനുകൾ നമുക്ക് പഠിപ്പിച്ചു തരണം സാറ്. എത്രയും വേഗം വീണ്ടും വന്ന് അടുത്ത മെഡിസിനും കൂടെ പഠിപ്പിച്ചു തരണം. ഓരോ ഡോക്ടറെ അടുത്ത ആഴ്ച എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഒറ്റമൂലി പ്രയോഗം പോലെ ഞാനൊന്ന് സാറിനെ കൊണ്ടുവന്നതാണ്. പല ആൾക്കാരും ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തോന്നിയതുകൊണ്ടേ, അപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് സാറിനോട് ചോദ്യോത്തര വേള മാത്രമാക്കാന്ന് പറഞ്ഞു. അതെന്തായാലും ഗംഭീരമായി അല്ലേ? പിന്നെ ഒരു അനൗൺസ്മെന്റ്, നാളെ നമ്മോടൊപ്പം എത്തുന്നത് ഡോക്ടർ ജസ്ലിൻ സലീമാണ്. അത് ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. അങ്ങനെ ഏതായാലും ഇന്ന് നമ്മുടെ 1402 സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് അവസാനിക്കുകയാണ്. ഈ ക്ലാസ് എടുത്തും ഞങ്ങളുടെ സംശയങ്ങളെ എല്ലാം തീർത്തും തന്ന ഗോപികൃഷ്ണൻ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരും, ചോദ്യങ്ങൾ ചോദിച്ച് സംശയങ്ങൾ തീർത്ത എല്ലാവരും, പങ്കെടുക്കുന്ന എല്ലാ ഹോമിയോപ്പതി സ്നേഹികളെയും ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. Good night.